അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ്. അതിനുവേണ്ടി അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുന്നു. സെക്സ് എഡ്യൂക്കേഷൻ്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോ ചെയ്ത സമയത്ത് അത് പബ്ലിഷ് ചെയ്തിട്ട് ഒരു ദിവസം കഴിയുന്നവരെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ. കാരണം സ്വന്തം ആങ്ങളമാരോട് ഒരു പാക്കറ്റ് പാഡ് വാങ്ങിച്ചിട്ട് വരുമോ എന്ന് ചോദിച്ചത് പോലും ഭയങ്കര പ്രശ്നമായിട്ട് എടുക്കുന്ന ഒരു സൊസൈറ്റിയാണിത്. അങ്ങനെ എടുക്കുന്ന ആളുകളുണ്ട്, അതേസമയം പോസിറ്റീവായിട്ട് എടുക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ മിക്സഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിലോട്ട് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു വീഡിയോ ഷെയർ ചെയ്യുന്ന സമയത്ത് പടച്ചവനെ പൊങ്കാല പ്രതീക്ഷിച്ചുകൊണ്ടായിരുന്നു ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഉദ്ദേശം ഹയർ ആയതുകൊണ്ടാവാം, അൽഹംദുലില്ലാ. പിന്നെ മാത്രമല്ല, ഇതൊരു എഡ്യൂക്കേഷൻ പർപ്പസ് ആണ്, അല്ലെങ്കിൽ ഒരു നോളജ് കിട്ടുകയാണെന്ന് തിരിച്ചറിയുന്നത് കൊണ്ടായിരിക്കാം 99.9% ആളുകളും അത് ശരിയായ രീതിയിൽ തന്നെ ഉൾക്കൊണ്ടു. പിന്നെ ചിലർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ഞങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്, പിന്നെ ഇതിൻ്റെ വീഡിയോയിൽ വന്ന് പറഞ്ഞിരുന്നത് എന്നുള്ളത്. എന്നേക്കാളും അറിയുള്ള ആൾക്കാർ നിങ്ങളായി പോയത് എൻ്റെ കുറ്റമല്ലല്ലോ. അപ്പോൾ നിങ്ങളുടെ അറിവ് അൽഹംദുലില്ലാ, പഠിച്ച നിങ്ങളുടെ അറിവിൽ ബറക്ക ചെയ്യട്ടെ. അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ, യൂസ്ഫുൾ ആകുമെന്ന് കരുതിയിട്ടാണ് നമ്മൾ ഈ കാര്യം ചെയ്യുന്നത്. കാരണം സ്ത്രീകളുടെ ശത്രു സ്ത്രീ എന്ന് പറയുന്ന പോലെ പലപ്പോഴും സ്ത്രീകൾക്ക് തന്നെ ഒരു ധാരണയില്ല മറ്റുള്ളവരുടെ സെക്ഷൽ ലൈഫിൽ എന്താ നടക്കുന്നതെന്നുള്ളത്, അല്ലെങ്കിൽ അവരുടെ മെൻ്റലി അവർ ഓക്കെ ആണോ അല്ലേ എന്നുള്ളതൊന്നും അറിയില്ല. എന്നാലും നമ്മൾ കയറിയിട്ട് അഭിപ്രായം പറയും. എൻ്റെ ആങ്ങളുടെ പെണ്ണിന് എൻ്റെ ആങ്ങളിനോട് ഇഷ്ടമില്ലാത്ത കാരണം കൊണ്ട് അവൾ റൂമിൽ കയറുന്നില്ല, പിന്നെ എങ്ങനെയാണ് അവൻ ഡിവോഴ്സ് ചെയ്യാതിരിക്കുക, അങ്ങനെയൊക്കെ കറക്റ്റ് കുറേ അലിഗേഷൻസ് ഒക്കെ നമ്മൾ കൊണ്ട് എടുത്തിട്ടാറുണ്ട്. കണ്ണിലെന്ത് പെട്ടു. ഓക്കെ, അപ്പം ഇതിനൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടും എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. കാരണം കഴിഞ്ഞ വീഡിയോയിൽ ചില ആളുകൾ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഭാര്യ ബെഡ്റൂമിൽ വന്നിട്ട് 3-4 മാസത്തിൽ ഒരു തവണയാണ് ബെഡ്റൂമിൽ കയറുന്നത് പോലും. അപ്പോൾ അങ്ങനെയുള്ള ഭാര്യമാർക്കൊക്കെ എന്ത് നമ്മൾ പറഞ്ഞു കൊടുക്കാനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ചിലർ പറയുന്നുണ്ടായിരുന്നു, ഏത് നേരം അടുക്കളയിലാണ് ഭാര്യ, പിന്നെ എങ്ങനെയാണ് അവളോട് റൊമാൻസ് ഉണ്ടാവുക എന്നൊക്കെ. അപ്പം അവർക്കൊക്കെ ഒരു ഉപകാരം ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അതായത് ഇപ്പോൾ ഏത് നേരം അടുക്കളയിലാണ് ഭാര്യ, പിന്നെ എങ്ങനെയാണ് റൊമാൻസ് എന്ന് ചോദിച്ചാൽ, അത് ഇവിടെ റൂമിൽ കിടക്കുന്ന പാവം നമ്മളൊന്നും ഓർക്കില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ, ഈ പാവങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഭാര്യമാരുടെ കൂടെ കിച്ചണിൽ പോയി ഇരിക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഒരു സ്ത്രീ എന്ന് പറയുന്ന ഒരു പെണ്ണിന് അവരുടെ സെക്ഷൽ നീഡ്സ് ഫുൾഫിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ അവർക്ക് എമോഷണലി അവർ സാറ്റിസ്ഫൈഡ് ആവുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ മുന്നേ പുരുഷന്മാരുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതേപോലെ തന്നെ പുരുഷന്മാർക്ക് എമോഷണലി ഓക്കെ ആയിട്ടില്ലെങ്കിലും കൂടെ കുഴപ്പമില്ല, അവർ ഫിസിക്കൽ നീഡാണ് ഫസ്റ്റ് നിൽക്കുക. പക്ഷേ സ്ത്രീകൾക്ക് അങ്ങനെയല്ല. ഒരു ക്വാളിറ്റി സെക്സ് എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളെ എമോഷണലി സ്നേഹം കൊണ്ട് ഇങ്ങനെ വീർത്ത് മുട്ടിക്കിടക്കണം, എന്നാൽ മാത്രമാണ് അവൾക്ക് ആ സെക്സ് പൂർണ്ണമായിട്ടും എൻജോയ് ചെയ്യാൻ പറ്റുക. അതല്ലാതെ എൻജോയ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, അത് വളരെ വിരളമാണ്. ഓക്കെ, അപ്പോൾ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പല സ്ത്രീകളും പലപ്പോഴും പലതരത്തിലുള്ള മൂഡ്സിലൂടെ പോകുന്ന ആൾക്കാരായിരിക്കും. ചിലർക്ക് പീരിയഡ് ക്രംസ് ഉണ്ടാവും. അപ്പോൾ പീരിയഡ് ക്രംസ് ഇല്ലാത്തപ്പോൾ നിങ്ങളുടെ നാത്തൂനിക്കോ അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് പീരിയഡ് ക്രംസ് ഉണ്ട്, നിങ്ങൾക്ക് അതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയും, ഓ ഇവൾക്ക് മാത്രം എന്താണ് ആഴ്ചയിൽ ഒരു മാസത്തിൽ 4 മൂഡ് എന്നായിരിക്കും നിങ്ങൾ ചോദിക്കുന്നുണ്ടാവുക. ആക്ച്വലി പീരിയഡ് ക്രംസ് ഉള്ള ആൾക്കാരുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. പീരിയഡ്സിൽ ഒരു മൂഡായിരിക്കും, അതിൻ്റെ മുന്നത്തെ ആഴ്ച വേറൊരു മൂഡായിരിക്കും, അതിൻ്റെ ശേഷത്തെ ആഴ്ച വേറൊരു മൂഡായിരിക്കും. ഈ 3 ആഴ്ച ഇവരുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യുന്നത് ഇവരായിരിക്കില്ല, ഇവരുടെ ഹോർമോൺസ് ആയിരിക്കും. 4ാമത്തെ ഒറ്റൊരാഴ്ചയാണ് ഒരു ഇത്തിരി സമാധാനത്തോടെ ഇവർ പറയുന്നത് ഇവരുടെ മനസ്സ് കേൾക്കുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരാൾക്ക് എമോഷണൽ സപ്പോർട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. നിങ്ങൾ വലിയ കാര്യത്തിൽ എൻ്റെ നാത്തൂന് എൻ്റെ ആങ്ങളോട് ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ വർത്തമാനം പറയുന്നുണ്ടാവും. പക്ഷേ ഈ പറയുന്ന നാത്തൂന് വേണ്ട സാധനം നിങ്ങളുടെ ആങ്ങളെയും നിങ്ങളും ഒക്കെ കൊടുക്കേണ്ടതാണ്. കുറച്ച് മനസ്സമാധാനം മാത്രമല്ല, ഇവരുടെ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവർക്ക് പീരിയഡ് ക്രംസ് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അവരുടെ ദേഷ്യം അല്ലെങ്കിൽ അവരുടെ പ്രയാസങ്ങൾ നിങ്ങൾ കൂടെ മനസ്സിലാക്കുക. ഈ ഭർത്താവും മനസ്സിലാക്കണം, ഭർത്താവിൻ്റെ വീട്ടുകാരും മനസ്സിലാക്കണം. ഒരു ജോയിൻറ്റ് ഫാമിലിയിലാണ് ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇനി അതിനേക്കാൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് നിങ്ങൾ മനസ്സിലാക്കുക, അതായത് ഇത് അനുഭവിക്കുന്ന വ്യക്തി മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് മൂഡ് സ്വിങ്സ് ഉള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ എൻ്റെ പീരിയഡ്സിൻ്റെ ഒരു ടൈമിൽ ആ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പിടുത്തം വിട്ട എന്താ പറയുക പീരിയഡ് ക്രംസും മൂഡ് സ്വിങ്സും എനിക്കുണ്ടാവും. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചില സമയത്ത് നെഞ്ചിൻ്റെ ഉള്ളിൽ 2 പാറക്കല്ല് അല്ലെങ്കിൽ ഒരു മല കയറ്റി വെച്ചൊരു കനം തോന്നും, വെറുതെ അലറി കരയാൻ തോന്നും, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യം വരും. അങ്ങനെയൊക്കെയുള്ള ഒരാളാണ് ഞാൻ. അപ്പം ഞാനിത് എൻ്റെ മക്കളുടെ അടുത്തോ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്തോ കാണിക്കാതിരിക്കാൻ എനിക്കത് ഹെൽപ്പാവും. കാരണം എന്താ വെച്ചാൽ എൻ്റെ ഭർത്താവ് ആദ്യം തന്നെ മക്കളോട് പറയും, പൊന്നാ ഇമ്മ ഈ ഒരാഴ്ച അന്യനായിരിക്കും, റെമോ ആകുമ്പോൾ നമുക്ക് മിണ്ടാന്ന് പറയും. പക്ഷെ അത് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും അവർക്കതൊരു ബുദ്ധിമുട്ടാവരുത് എന്നുള്ള രീതിയിൽ ഞാൻ പരമാവധി ചിന്തിക്കും. എൻ്റെ മൂഡ് സ്വിങ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന 2 കാര്യം, ഒന്നും മിണ്ടാണ്ട് കടന്നുറങ്ങുക, ഉണർന്നാലാണ് ഈ പറയുന്ന പ്രശ്നമൊക്കെ ഉള്ളൂ. അപ്പോൾ മിണ്ടാണ്ട് കടന്നുറങ്ങുക, അതല്ലാന്നുണ്ടെങ്കിൽ ട്രാവൽ ചെയ്യുക. അപ്പോൾ ഞാൻ ഉണർന്നിരിക്കുന്ന സമയത്ത് ഞാൻ കൂടുതലും എൻ്റെ ഒരു സ്കൂട്ടർ ഉണ്ട്, അപ്പോൾ അതെടുത്തിട്ട് ട്രാവൽ ചെയ്യും. എനിക്ക് ഭയങ്കര പെയിൻ ഉണ്ടാവും, എന്നാലും എനിക്ക് ഡ്രൈവ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണെന്നറിയില്ല, വല്ലാത്തൊരു ആഗ്രഹമാണ് അൽഹംദുലില്ലാ. അപ്പോൾ ഞാൻ അതെടുത്തിട്ട് ഞാൻ ഡ്രൈവ് ചെയ്യും. കുറച്ച് സമയം കാറ്റുള്ള ഉമ്മാനൊക്കെ പോയി കണ്ടിട്ട് വരും. അപ്പോൾ എൻ്റെ മൈൻഡ് ഏകദേശം ഒന്ന് ചില്ലാവും. അപ്പോൾ നമ്മളെല്ലായ്പ്പോഴും
നിങ്ങളുടെ മൈൻഡിനെ ചില്ലാക്കാൻ വേണ്ടി നിങ്ങളുടെ ഭർത്താവിനെ തന്നെ നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്ന സമയത്ത് ആളുടെ അടുത്ത് അത് കിട്ടാതിരിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും ഫ്രസ്ട്രേറ്റഡ് ആവും. ആ ദേഷ്യം നിങ്ങൾ ഭർത്താവിൻ്റെ അടുത്ത് കൊണ്ട് തീർക്കും. പിന്നെ നിങ്ങൾക്ക് ഇതിന് ശേഷം നല്ലൊരു ക്വാളിറ്റി സെക്സ് എന്ന് പറയുന്നത് ഭർത്താവിൻ്റെ അടുത്ത് നല്ലൊരു ഇമ്പ്രഷൻ നിങ്ങൾക്ക് കിട്ടാതാവും. കാരണം നിങ്ങൾ എപ്പോഴും ദേഷ്യപ്പെട്ടുകൊണ്ടാണ്. പിന്നെ ഇപ്പോൾ അയാൾ വന്നിട്ട് നിങ്ങളതിനെ സമാധാനിപ്പിക്കണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമായിരിക്കില്ല. അപ്പോൾ നിങ്ങൾ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഞാൻ മൂഡ് സ്വിങ്സ് ഉള്ള ഒരാളാണ്, എനിക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട്, ഇന്ന സമയത്ത് എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് വേണം എന്നൊക്കെ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താക്കന്മാർക്ക് അത് ഏകദേശം ഒരു ധാരണ കിട്ടും. ഈ ഇടയ്ക്ക് ഒരു കമൻറ്റ് കണ്ടതായിരുന്നു ആ ലാസ്റ്റ് വീഡിയോയിൽ, എൻ്റെ ഭാര്യ എപ്പോഴും അടുക്കളയിലാണ്, റൂമിൽ കിടക്കുന്ന പാവം നമ്മളെന്ന് അവർ നോക്കുന്നേ ഇല്ല എന്നുള്ളത്. ഈ പാവങ്ങൾക്ക് ഭാര്യമാരെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഭാര്യമാർ ഏത് കാലം അടുക്കളയിൽ കിടക്കണമെന്ന് വല്ല നിയമമുണ്ടോ? അതൊന്നുമില്ല. നിങ്ങൾ കൃത്യമായിട്ട് ഭാര്യനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ നന്നായിട്ട് അവർ പരിഗണിക്കും എന്നുള്ളതാണ്. പിന്നെ ചില പെൺകുട്ടികൾ പറഞ്ഞിട്ടുള്ളതാണ്, ഭർത്താവ് അടുത്തോട്ട് വരുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നൊക്കെ ഉണ്ട് നല്ല രീതിയിൽ അവരുമായിട്ട് അപ്രോച്ച് ചെയ്യണം എന്നുള്ളത്. പക്ഷേ ആളടുത്ത് വരുന്ന സമയത്ത് എനിക്ക് എന്തോ വല്ലാത്തൊരു ഫീലാണെന്നുള്ളത്. മക്കളെ, നിങ്ങൾ ഈ ഒരു സ്പെഷ്യൽ കാറ്റഗറിയിൽ നിൽക്കുന്ന ആൾക്കാർ, വർഷങ്ങളായിട്ടും ഭർത്താവിനെ ഫിസിക്കലി ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ ഒന്ന് ആലോചിച്ച് നോക്കട്ടെ. നിങ്ങൾക്ക് ചൈൽഡ്ഹുഡിൽ ഇത്തരത്തിൽ വല്ല അബ്യൂസും ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത്. ബാല്യകാലത്തിൽ കുഞ്ഞു കുട്ടികൾ, നമ്മളാണെങ്കിൽ നമ്മുടെ പെൺകുട്ടികളെ ആൺകുട്ടികളെയും ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അവർക്കൊക്കെ എവിടെ നിന്ന് വേണമെങ്കിലും ഫിസിക്കൽ അബ്യൂസ് വരാം. അതെല്ലായ്പ്പോഴും ലൈംഗികമായിട്ട് ഉള്ള ഒരു അത്തരത്തിൽ തന്നെ ആയിക്കോളണം എന്നില്ല. അതായത് ഇൻ്റർകോഴ്സ് തന്നെ ആയിക്കോളണം, അല്ലെങ്കിൽ റേപ്പ് തന്നെ ആയിക്കോളണം എന്നൊന്നുമില്ല. ഈവൻ ടച്ച് പോലും, അസ്വസ്ഥത ഉണ്ടാക്കുന്ന ടച്ച് പോലും നമ്മുടെ ഉള്ളിൽ നമ്മുടെ ഓപ്പോസിറ്റ് സെക്സിനോട് ഒരു വെറുപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. നമ്മുടെ മനസ്സിൽ ഈ സെക്സിനോട് ഒരു വെറുപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ഉണ്ടോ എന്ന് നിങ്ങളൊന്ന് അന്വേഷിക്കുക. അതല്ലെങ്കിൽ നിങ്ങളൊരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റിനെ പോയി കാണുക. അപ്പോൾ അവർ നിങ്ങൾക്ക് അത്തരത്തിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യും. ആൻഡ് അതിന് പ്രോപ്പറായിട്ടൊരു കൗൺസിലിംഗ് എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 1-2 സെഷൻസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഭർത്താവിനെ ഫിസിക്കലി കംപ്ലീറ്റ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അത് ട്രീറ്റ് ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ പ്രോപ്പറായിട്ട് ഡയഗ്നോസ് ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ്. ഇത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് സ്നേഹമുള്ള ഭർത്താവാണ്, നിങ്ങൾക്ക് അങ്ങേരോട് സ്നേഹമുണ്ട്, പക്ഷേ ബെഡ്റൂമിൽ വരുന്ന സമയത്ത് നിങ്ങൾ ഇത് ഫ്ലോപ്പായിട്ട് പോകുന്നതെന്നുള്ളത് നോക്കേണ്ട കാര്യം. പിന്നെ വേറൊരു കാര്യം ഉണ്ടാകുന്നത് എന്താ വെച്ചാൽ, ഫസ്റ്റ് സെക്സ് എന്ന് പറയുന്നത് പലപ്പോഴും സ്ത്രീകൾക്ക് പെയിൻഫുൾ ആയിരിക്കും. പലപ്പോഴും നല്ല 90% സ്ത്രീകൾക്ക് ഭയങ്കര പെയിൻഫുൾ ആയിരിക്കും. അപ്പോൾ ഈ ഒരു പെയിനിനെ നമ്മൾ പേടിച്ചിട്ടായിരിക്കും ഫസ്റ്റ് സെക്സ് കഴിഞ്ഞ് പോയിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു പെയിനിനെ ഭയപ്പെട്ടത് കൊണ്ട് തന്നെ പിന്നീട് അങ്ങോട്ടേക്കുള്ള സെക്സ്, അത് കുറച്ച് കാലത്തേക്കെങ്കിലും, ഇപ്പോൾ അതായത് പുതിയതായിട്ട് കല്യാണം കഴിയുന്ന പെൺകുട്ടികൾക്ക് കുറച്ച് കാലത്തേക്കെങ്കിലും ഇതിനെ ഒന്ന് അംഗീകരിച്ച് കൊണ്ടുവരാൻ അല്ലെങ്കിൽ ഉൾക്കൊള്ളാനായിട്ടുള്ള പ്രയാസം ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ തന്നെ ബിഫോർ മാരേജ്, ഇപ്പോൾ പാരൻസ് ഒക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം, ഇത് ഇന്നതാണ് സെക്സ്, ഇത് കുറച്ച് കാലത്തേക്ക് മാത്രമാണ് ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുള്ളൂ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങളെ ഉണ്ടാവുള്ളൂ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഓക്കെ, നോർമൽ ആയിരിക്കും എന്നുള്ളൊരു കാര്യമൊക്കെ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അല്ലെങ്കിൽ അത് ഭയങ്കരമായിട്ട് പേടിയുണ്ടാവും. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾ ആൺകുട്ടികൾക്ക് പലപ്പോഴും പ്രീമെരിച്ചൽ കൗൺസിലിംഗ് നമ്മൾ കൊടുക്കുന്നത് പെൺകുട്ടികൾക്ക് മാത്രമായിരിക്കും. അപ്പോൾ ആൺകുട്ടികൾക്ക് അത്തരത്തിലുള്ളത് കൊടുക്കില്ല. അപ്പോൾ പെൺകുട്ടികൾക്ക് കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് വല്ല ഉസ്താദുമാരോ അല്ലെങ്കിൽ മതപരമായിട്ടുള്ള സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ പുരുഷന്മാർ കൊടുക്കുന്ന സമയത്ത് ഈ കുട്ടികൾ എപ്പോഴും ഈ പുരുഷനെ എങ്ങനെ ടാക്കിൾ ചെയ്യണം, എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ പഠിക്കേണ്ടതാണ് അവനവനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, എങ്ങനെ ടാക്കിൾ ചെയ്യണം. ആദ്യം നമ്മുടെ എമോഷൻസിനെ നമ്മൾ ടാക്കിൾ ചെയ്യാനും അതുപോലെ അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കാനും പഠിച്ചാൽ മാത്രമേ നമുക്ക് അതിനുശേഷമാണ് നമുക്ക് നമ്മുടെ പാർട്ട്ണർ വരുന്നുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ നമ്മൾ സ്ത്രീകൾ മനസ്സിലാക്കാതെ പോയിട്ടുള്ള വേറൊരു കാര്യമാണ്, പാർട്ട്ണറുടെ സെക്ഷൽ നീഡ്സിന് എല്ലായ്പ്പോഴും, ഇപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞ സമയത്ത് പലരും തെറ്റിദ്ധരിച്ചൊരു കാര്യമായിരുന്നു, പാർട്ട്ണറുടെ സെക്ഷൽ നീഡ്സിന് എല്ലായ്പ്പോഴും വഴങ്ങേണ്ടതുണ്ടോ എന്നുള്ളത്. നിങ്ങൾ ഫിസിക്കലി മെൻ്റലി എമോഷണലി ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾ വഴങ്ങിക്കൊടുത്താൽ മതി. ഇനി ഇത് ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ ഓക്കെ അല്ല എന്നുള്ളത് ഓപ്പണായിട്ട് ഭർത്താവിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതിൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് തന്നെ ചോദിക്കുക, എനിക്ക് ഇങ്ങനെ ഒരു ഹെൽപ്പ് ആവശ്യമുണ്ട്, എന്നെ ഒന്ന് ഓക്കെ ആക്കാനായിട്ട് പറ്റുമോ എന്നുള്ളത്. പലപ്പോഴും പുരുഷന്മാർ അവരുടെ മാത്രം ഹാപ്പിനെസ്സിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളെ തിരിച്ചറിയാൻ അവർ മറന്നു പോകും. അപ്പോൾ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക, എനിക്ക് നിങ്ങളായിട്ട് ഒരു ക്വാളിറ്റി സെക്സ് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു ക്വിക്കായിട്ടുള്ളൊരു സെക്സിൽ എനിക്ക് സാറ്റിസ്ഫൈഡ് ആവാനായിട്ട് പറ്റൂല. എൻ്റെ മനസ്സ് നിറയെ നിങ്ങളോടുള്ള സ്നേഹം ഉള്ളിൽ നിന്നാൽ മാത്രമാണ് എനിക്ക് അതിനുവേണ്ടി പ്രിപ്പയർഡ് ആവാനായിട്ട് പറ്റുള്ളൂ. അത് നിങ്ങൾ ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ആൻഡ് ചിലപ്പോൾ രാവിലെ തുടങ്ങിയിട്ട് തന്നെ നിങ്ങൾ അയാൾ തമ്മിലുള്ള ഒരു ഇഷ്ടം അത് മെയിൻറ്റെയിൻ ചെയ്യുക. കാരണം നമ്മൾ സ്ത്രീകൾക്ക് ഒരിക്കലും ക്വിക്കായിട്ട് പോകുന്ന സമയത്ത് ആ ഒരു പ്ലഷർ നമുക്ക് ഓർഗാസത്തിലോട്ട് എത്താൻ അല്ലെങ്കിൽ ആ ഒരു പ്ലഷർ എക്സ്പീരിയൻസ് ചെയ്യാനൊന്നും സ്ത്രീകൾക്ക് പറ്റിയെന്ന് വരില്ല. അപ്പോൾ രാവിലെ മുതലേ നിങ്ങൾ നിങ്ങളുടെ ഭർത്താവുമായിട്ടുള്ള ഒരു ലവിങ് കോൺവെർസേഷൻ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക. പിന്നെ പലപ്പോഴും പല പുരുഷന്മാരുടെ അടുത്തും വറ്റിപ്പോകുന്നൊരു വലിയൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ഈ ഡ്യൂറിങ് സെക്സ് മാത്രമാണ് ഈ പറയുന്ന അല്ലെങ്കിൽ സെക്സിനോട്ട് ഇൻട്രസ്റ്റ് വരുന്ന സമയത്ത് മാത്രമാണ് ഭാര്യമാരോട്
പൈങ്കിളി പറയുക, അല്ലെങ്കിൽ അവരെ ഒന്ന് ഹഗ് ചെയ്യുക, അവരെ ഒന്ന് കിസ് ചെയ്യുക, അല്ലെങ്കിൽ അവരുമായിട്ട് കുറച്ച് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുക. അതൊക്കെ നിങ്ങൾ സെക്സ് ഉദ്ദേശിക്കുന്ന സമയത്ത് മാത്രമാണ് പല പുരുഷന്മാരും പ്രകടിപ്പിക്കാൻ ഇഷ്ടപ്പെടുള്ളൂ. പക്ഷേ നിങ്ങൾ അത് ഡിമാൻഡ് ചെയ്യുക ഈ ഒരു സമയത്ത്. അപ്പോൾ ആ ഒരു സമയത്ത് മാത്രം നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു ഇഷ്ടമൊക്കെ എൻ്റെ അടുത്ത് പ്രകടിപ്പിക്കുന്ന സമയത്ത് എനിക്ക് ഇത് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് എന്നോട് ശരിക്കും ഇഷ്ടമില്ല, പക്ഷേ നിങ്ങൾ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് എന്നെ അപ്രോച്ച് ചെയ്യുന്നതെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പകരം നിങ്ങൾ എന്നെ പോലെ എൻ്റെ അടുത്ത് കുറച്ചും കൂടെ ലവിങ് ആയിട്ട് പെരുമാറാൻ, അല്ലാത്ത സമയത്ത് ലവിങ് ആയിട്ട് പെരുമാറും, കുറച്ച് സമയം എൻ്റെ കൂടെ നിങ്ങൾ സ്പെൻഡ് ചെയ്യും. അതിനുശേഷം നമുക്ക് ഈ ഒരു കാര്യത്തിലോട്ട് വരാം. അങ്ങനെ ആകുമ്പോൾ കുറച്ചും കൂടെ നല്ലതാണ്. എനിക്കും ഫിസിക്കലി തൃപ്തി ഉണ്ട് എന്നുള്ളൊരു കാര്യം നിങ്ങൾ ഭർത്താവിനോട് ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്താ വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ റെഗുലർ ആയിട്ടൊരു ഇഷ്ടം ഉണ്ടാവും. ഭർത്താവ് രാവിലെ വീട്ടിൽ നിന്ന് പോകുന്ന സമയത്ത് ഹഗ് ചെയ്യുക, കിസ് ചെയ്യുക. മാന്യമായ രീതിയിലൊരു ഹഗ്ഗോ ഒരു കിസ്സോ ഒക്കെ നിങ്ങളുടെ മക്കൾ കണ്ടുവെന്ന് വെച്ചിട്ട് ആകാശം ഇടിഞ്ഞ് വീഴൊന്നുമില്ല. അപ്പോൾ നിങ്ങളുടെ പാരൻസ് ഉണ്ടെങ്കിൽ പോലും, അതായത് ഇപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ ഉമ്മ അല്ലെങ്കിൽ നിങ്ങളുടെ ഉമ്മ ഉണ്ടെങ്കിൽ പോലും ജസ്റ്റ് ഒന്ന് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കുമ്പോഴേക്കും ഒരു പ്രശ്നമില്ല. കാരണം പെങ്ങന്മാരെ നിങ്ങൾ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കാറുണ്ട്, അപ്പോൾ പ്രശ്നമൊന്നും വൾഗാരിറ്റി അവിടെ വരുന്നില്ലല്ലോ. ഇനിയിപ്പോൾ നിങ്ങളുടെ മക്കളെ നിങ്ങൾ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചിട്ട് പോകാറുണ്ട് അല്ലേ, അപ്പോൾ അവിടെ വൾഗാരിറ്റി ഒന്നും വരുന്നില്ല. പിന്നെ ഭാര്യ കെട്ടിപ്പിടിക്കുമ്പോൾ മാത്രം വൾഗാരിറ്റി ചിന്തിക്കുന്ന ആൾക്കാരുടെ അടുത്ത് എനിക്കൊന്നും പറയാനില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്ത് പോകുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഹഗ് ചെയ്യുക, ഒരു കിസ് കൊടുക്കുക. അവിടെ വൾഗാരിറ്റി ക്രിയേറ്റ് ചെയ്യാത്ത രീതിയിലുള്ള ഹഗ്ഗും കിസ്സൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമില്ല. അപ്പോൾ അത് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക. തിരിച്ച് വരുന്ന സമയത്ത് നിങ്ങളെ കാത്തിരിക്കുന്ന ഭാര്യനെ കൺസിഡർ ചെയ്യുക. ആൻഡ് നിങ്ങൾ ഭാര്യമാർ പറയുക, ഞാൻ നിങ്ങളെയാണ് കാത്തിരുന്നിട്ടുണ്ടായിരുന്നു ഇത്ര നേരം എന്ന് പറയാം. വരുമ്പോൾ തന്നെ പുഞ്ചിരിയോടുകൂടെ സ്വീകരിക്കുക. അതിനിപ്പോൾ എത്ര പൊട്ട കെട്ടിയവനാണെങ്കിലും എത്ര ദേഷ്യം കാണിക്കുന്ന കെട്ടിയവനാണെങ്കിലും വരുന്ന സമയത്ത് പുഞ്ചിരിയോടുകൂടെ സ്വീകരിക്കുകയും കെട്ടിപ്പിടിച്ചൊരു ഹഗ് കൊടുക്കുകയും സലാം പറയുകയും ചെയ്യുക. പോകുന്ന സമയത്ത് അതേപോലെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരെ ഒന്ന് ഹഗ് ചെയ്ത് ഒരു ഉമ്മോടുത്ത് പറഞ്ഞയക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ വളരെ വലിയ മാറ്റം അവിടെ ഉണ്ടാക്കാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ സെക്ഷൽ ലൈഫിൻ്റെ കാര്യം പലപ്പോഴും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പല സ്ത്രീകൾക്കും ഈ ഒരു ഓർഗാസം എന്നുള്ളത് ഒരു മാൻഡേറ്ററി ആയിട്ടുള്ളൊരു സാധനമേ അല്ല. അവർ അവിടെ കാണുന്നത് മൊത്തം ഈ ഒരു സ്നേഹം ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഭർത്താവിൽ നിന്ന് കിട്ടുന്ന സ്നേഹത്തിൻ്റെ അളവ് ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് സ്ത്രീകൾ പലപ്പോഴും സെക്സിന് തയ്യാറാവുന്നത്. അല്ലാണ്ട് ഓർഗാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ കാണുന്ന സ്ത്രീകൾ പലരും ഉണ്ട് കേട്ടോ. എൻ്റെ പേഴ്സണലി അറിവിൽ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഓർഗാസം ആയാലും കുഴപ്പമില്ല, ആയില്ലെങ്കിലും കുഴപ്പമില്ല. ആ സമയത്ത് ഭർത്താവ് പറയുന്ന ഓരോ വാക്കുകൾ, ഇവരെ സൗന്ദര്യം വർണ്ണിക്കുന്ന കാര്യങ്ങൾ, അതൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന സ്ത്രീകളുണ്ട്. അപ്പോൾ നിങ്ങളത് പറയാം. പിന്നെ ഇപ്പോൾ ഒരു കുട്ടി കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ എല്ലാ ദിവസവും എൻ്റെ ഭർത്താവിന് വേണ്ടി ഒരുങ്ങി നിന്നിട്ട് വരുന്ന സമയത്ത് ഭർത്താവ് ആ ഒരുങ്ങിയതിനെയും അവളുടെ ശരീരത്തെയും എന്താ പറയുക പച്ചയ്ക്ക് അപമാനിക്കും, അല്ലെങ്കിൽ പച്ചയ്ക്ക് ഇങ്ങനെ കുറ്റം പറയുമെന്നുള്ളത്, നന്നല്ല എന്നുള്ള രീതിയിൽ പറയുമെന്നുള്ളത്, അതൊക്കെ അയാളുടെ അറിവുകേടാണ് കേട്ടോ, വിവരക്കേടാണ്. അപ്പോൾ നിങ്ങളത് പറഞ്ഞ് മനസ്സിലാക്കുക. എല്ലാവരും ഇപ്പോൾ നമ്മൾ കാണുന്ന കാഴ്ചയിൽ വലിയ ഐശ്വര്യമാണെന്ന് വിചാരിക്കുന്ന ഒരാൾക്കും അയാളുടെ ശരീരം നമ്മൾ സൂക്ഷ്മമായി നോക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങളുണ്ടാവും, എന്തെങ്കിലുമൊക്കെ ന്യൂനതകളുണ്ടാവും. ആ ന്യൂനതകളോടുകൂടെ അംഗീകരിക്കുമ്പോഴാണ് നമ്മളൊക്കെ നല്ല മനുഷ്യരാകുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഉത്തമ പാർട്ട്ണർ ആവുന്നത്. നിങ്ങളുടെ ഭർത്താവിനെ നോക്കുന്ന സമയത്ത് ഇങ്ങേര് ജിമ്മനും സിക്സ് പാക്കും എന്താ പറയുക ബോഡി ഷേപ്പും ഒക്കെ ഉണ്ടായിട്ടല്ലല്ലോ ഇയാളെ നമ്മൾ സ്നേഹിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങളും ഒരു സാധാരണ സ്ത്രീയാണ്. നിങ്ങളുടെ സൗന്ദര്യം എന്താ പറയുക ഇതിന് പിന്നാലെ മാത്രം പോയി നടക്കുന്ന ഒരു സ്ത്രീ അല്ല. അപ്പോൾ നിങ്ങളൊരു സാധാരണ സ്ത്രീ ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ ശരീരത്തിനും അത്തരത്തിലുള്ള ഷേപ്പാണ് ഉണ്ടാവുള്ളൂ എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക. പിന്നെ നിങ്ങളുടെ ഭർത്താവ് ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അയാൾ ഇപ്പോൾ നിങ്ങളുടെ സൗന്ദര്യത്തിന് അത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഭർത്താവാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡിയിൽ ചേഞ്ചസ് വരുത്താം. അപ്പോൾ ആളുടെ അടുത്ത് സപ്പോർട്ട് ചോദിക്കുക. അതായത് ജിമ്മിൽ പോകണമെന്നുണ്ടെങ്കിൽ ജിമ്മിലുള്ള ഫിനാൻസ് അയാളുടെ അടുത്ത് തരാൻ പറയുക. അതേപോലെ മക്കളുടെ കാര്യങ്ങൾ നിങ്ങളുടെ സൗന്ദര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കണമെങ്കിൽ മക്കളുടെ കാര്യത്തിൽ അയാളുടെ അടുത്ത് ഹെൽപ്പ് ചെയ്യാൻ പറയുക, അടുക്കളയിൽ അയാളുടെ അടുത്ത് ഹെൽപ്പ് ചെയ്യാൻ പറയുക. എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സൗന്ദര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്താം. അപ്പം നിങ്ങൾ അനുഭവിക്കുന്ന ഓരോ എമോഷൻസും ഓരോ പ്രശ്നങ്ങളും കറക്റ്റായിട്ട് നിങ്ങളുടെ ഭർത്താവിൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സെക്ഷൽ ലൈഫ് എന്ന് പറയുന്നത് അമേസിങ് ആയിരിക്കും. പിന്നെ ചിലർ പറയുന്നുണ്ട് 10 വർഷം കഴിഞ്ഞിട്ടും എനിക്ക് അങ്ങോട്ടേക്ക് ഒരിഷ്ടം അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് ഒരു ഫിസിക്കൽ നീഡ്, ഒരു ഫിസിക്കൽ ചേഞ്ച് എനിക്ക് തോന്നുന്നില്ല എന്ന്. പലപ്പോഴും നമ്മുടെ ഹോർമോൺസ് അപ്സിലും ഡൗൺസിലും അപ്പും ഡൗൺ ആയിട്ട് ഇങ്ങനെ വേവി ആയിട്ടായിരിക്കും ഉണ്ടാവുക. സ്ത്രീകളുടെ ഹോർമോൺ എന്ന് പറയുന്നത് എൻ്റെ പോലെ ആയിരിക്കില്ല വേറൊരു സ്ത്രീ എന്ന് പറയുന്നത്, അവരെ പോലെ ആയിരിക്കില്ല മറ്റൊരു സ്ത്രീ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് കുറേ ആൾക്കാർ പറയാറുള്ളത് പെൺകുട്ടികളെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്. ഓരോരുത്തർ ഓരോ പോലെ ആയതുകൊണ്ടാണ്. അപ്പം നിങ്ങൾക്ക് ആക്ച്വലി പ്രോബ്ലം എന്താണെന്നുള്ളത് നിങ്ങളൊരു മെഡിക്കൽ ചെക്കപ്പ് എടുത്ത് നോക്കുക. തൈറോയിഡ് ഉണ്ടോ നോക്കുക, PCOD ഉണ്ടോ നോക്കുക, ഹോർമോണൽ ഇംബാലൻസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. അതുണ്ടെന്നുണ്ടെങ്കിൽ അതിന് പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യുക. പിന്നെ സെക്ഷൽ ലൈഫിൽ പ്ലഷർ കിട്ടാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ നിങ്ങളുടെ ബോഡീനെ വേണ്ട പോലെ കെയർ ചെയ്യുക. അതിൻ്റെ ഭർത്താവിനോട് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, ഏത് രീതിയിലാണോ നിങ്ങൾക്ക് ആ ഒരു പ്ലഷറിലോട്ട് അല്ലെങ്കിൽ ഓർഗാസത്തിലോട്ട് എത്താൻ പറ്റുന്നത് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനോട് ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. മെയിനായിട്ട് മാറ്റി വയ്ക്കേണ്ടുന്ന കാര്യം, അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ഭർത്താവിൻ്റെ അടുത്തെങ്കിലും നിങ്ങളെ ലജ്ജ മാറ്റി വയ്ക്കുക. കാരണം ഭർത്താവിൻ്റെ അടുത്ത് മാത്രമേ നമുക്കത് മാറ്റി വയ്ക്കാനായിട്ടുള്ളൂ. അപ്പോൾ ആളുടെ അടുത്ത് നിങ്ങൾ നിങ്ങളുടെ ലജ്ജ മാറ്റി വയ്ക്കുക. ആളുടെ അടുത്ത് കാര്യങ്ങൾ ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. പിന്നെ
നമ്മൾ ഇങ്ങനെ ഇത് സംസാരിക്കുന്നതിൽ, അതായത് നമ്മുടെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഫിസിക്കൽ നീഡ്സ് നമ്മൾ സംസാരിക്കാതിരിക്കുന്നതാണ് നമ്മുടെ ലജ്ജ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശരിക്കും ഒരു മണ്ടിയാണ്. നമ്മുടെ ഫിസിക്കൽ നീഡ്സ് നമ്മൾ ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മാത്രമേ ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. ഈവൻ നിങ്ങൾ നിങ്ങളുടെ മെനോപോസിൻ്റെയൊക്കെ സമയത്ത് എത്തുമ്പോഴേക്കും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ആഗ്രഹങ്ങൾക്കൊക്കെ പകരം നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് ദേഷ്യവും വാശിയും ഒക്കെ ആയിരിക്കും. 40 വയസ്സ് 45 വയസ്സിലൊക്കെ പലപ്പോഴും സ്ത്രീകൾ ഭർത്താക്കന്മാരായിട്ട് റിക്ഷ ഇഞ്ഞാന്ന് വരപ്പിക്കും. എന്നിട്ട് പറയും ഇവരെ ഫിസിക്കലി സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളത്. നിങ്ങൾ ഓക്കെ ആയിട്ടിരുന്നാൽ മാത്രമാണ് അവർക്ക് നിങ്ങളോട് ഈ പറയുന്നൊരു ഇഷ്ടം ഉണ്ടാവുള്ളൂ. അവർ ഓക്കെ ആയിട്ടിരുന്നാലാണ് നിങ്ങൾക്ക് അവരോട് ഈ പറയുന്നൊരു ഇഷ്ടം ഉണ്ടാവുള്ളൂ. സോ ഇത് ബാലൻസ്ഡ് ആയിട്ട് കൊണ്ടുനടക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ട് കൂട്ടരും ഇനിഷ്യേറ്റീവ് എടുക്കണം. അപ്പോൾ ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ തന്നെ പകുതി പ്രശ്നം തീരും. ആൻഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യുക. നിങ്ങൾ ഡൗൺ ആണെങ്കിൽ അവരോട് ഹെൽപ്പ് ചെയ്യാൻ പറയുക, അവർ ഡൗൺ ആണെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് ഹെൽപ്പ് ചെയ്യാൻ പറയുക. പകരം തർക്കിക്കുന്നതിന് പകരം അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുന്നതിന് പകരം അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യുക കേട്ടോ. കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. ഇൻഷാ അല്ലാഹ് ബില്ലാഹി തൗഫീഖ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.